ഈ പരാജയം ഭരണവിരുദ്ധ തരംഗമോ എന്നാണ് ചോദ്യം. ജിമ്മി, തൽക്കാലം 5 കോർപ്പറേഷനിൽ നിന്ന് കേരളത്തിലെ ജനത LDF-നോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. സന്ദേശത്തിൽ അങ്ങനെ കോർപ്പറേഷൻ അങ്ങനെ ഒരു സംശയമേ വേണ്ട. മുനിസിപ്പാലിറ്റിയിൽ 54 നിന്ന്, ബ്ലോക്കിൽ 79, ഗ്രാമപഞ്ചായത്തിൽ 525 മുകളിൽ പോകും BJP ചേർക്കുമ്പോൾ. ഇതാണ് പൊതുചിത്രം. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് തദ്ദേശമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണോ, സംസ്ഥാന സർക്കാരുമായുള്ള ഭരണവിരുദ്ധ വികാരമാണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ തൽക്കാലം സമഗ്രവും ആധികാരികവും പൂർണ്ണവുമായ ഒരു വിജയം പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ UDF നേടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് ഏറ്റവും വലിയ വിജയമാണോ? ഇന്ന് CPM-ൻ്റെ ഇത് സംബന്ധിച്ച പരാജയത്തിന് ശേഷം നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നതിനെക്കുറിച്ചുള്ള കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അത് 2010-മായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അങ്ങനെ ഒരു വലിയ പരാജയമല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള വളരെ കാര്യമായി പറയുന്നത്. 2010-ന് ശേഷം 2 തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്, 2015-ഉം 2020. പക്ഷേ ഒന്ന് ഫാസ്റ്റ് റീവൈൻഡ് അടിച്ച് പുറകോട്ട് പോയിട്ട് നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നത് 2010-ലെ കണക്ക് പറയുന്നു. അതിൽ പറയുന്നത് ഇതൊരു വലിയ പരാജയമേ അല്ല എന്നുള്ളതാണ്. പണ്ട് 2010-ൽ 6 കോർപ്പറേഷന് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ നമുക്ക് 7 ഉണ്ട്. ബ്ലോക്ക് 59 ആയിരുന്നു. ജില്ലാ പഞ്ചായത്ത്, സോറി ജില്ലാ പഞ്ചായത്ത്, ക്ഷമിക്കണം. 8 ഉണ്ടായിരുന്നു, ഇപ്പോൾ 7 ഉള്ളൂ. അല്ല, 6 ഉണ്ടായിരുന്നത് 7 ആയി. ബ്ലോക്ക് 59 77 ആയി. ഏറ്റവും അവസാനത്തത് 77 ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. 79 അല്ലേ? അല്ല, 63 ഉള്ളൂ. പ്രസ് റിലീസ് വന്നപ്പോഴത്തേക്കും കുറച്ച് മാറിയതായിരിക്കും. ഗ്രാമപഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ 17 ഉണ്ടായിരുന്നത് 28 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഇതാണ് പറയുന്നത്. അതായത് 2010-മായി വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് സീറ്റുകൾ കൂടുകയാണ് ചെയ്തത്. പക്ഷേ ഗ്രാമപഞ്ചായത്തിൽ അത് ചിലവാവില്ല. ഗ്രാമപഞ്ചായത്തിൽ 360 ആയിരുന്നു 2010-ൽ ഉണ്ടായിരുന്നത്, അത് 340 കുറഞ്ഞത്. അതിന് പക്ഷേ വേറെ ചില കണക്കുകളൊക്കെ പറഞ്ഞ് 70 സീറ്റുകളിലെ ആകെയുള്ള വോട്ട് അതൊക്കെ ചേർത്തിട്ട് വേറൊരു കണക്കൂടെ പറയുന്നുണ്ട്. ഇത് വസ്തുതയാണെന്ന് ചോദിച്ചാൽ ശരിക്കും ഇത് വസ്തുത തന്നെയാണ്. ഏറ്റവും വലിയ പരാജയമല്ല. പക്ഷേ CPM മനഃപൂർവ്വം വിട്ടുകളഞ്ഞ ഒരു കാര്യം, BJP ഒരു പ്രധാന ഘടകമായിരുന്നില്ല 2010-ൽ. 2025 ആകുമ്പോഴേക്കും BJP ഒരു പ്രധാനപ്പെട്ട ഘടകവുമാണ്. BJP ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് UDF-ൻ്റെ വിജയത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും അതിൻ്റെ ആധികാരികതയും നമുക്ക് ബോധ്യപ്പെടുക. 20% അടുത്തോ അതിനു മുകളിലേക്കോ BJP ഇത്തവണ പോളിംഗ് ശതമാനം ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്, വോട്ട് ശതമാനം ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എവിടുന്ന 15-ൽ നിന്നാണ് 2020-ൽ അത് 20 കടന്നിരിക്കുന്നു BJP. CPM-ൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പരിപാടി ഉണ്ടല്ലോ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 4 കാലിൽ വീണതിന് ശേഷമുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് പാളി എന്ന് മാത്രമല്ല, ആ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഗുണം പലയിടത്തും BJP കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു കണക്കിന് അത് CPM-ന് ഗുണമാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ CPM-ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ ഏറ്റവും വലിയ ഭയം സീറ്റുകൾ പോയത് മാത്രമായിരുന്നില്ല. CPM-ൻ്റെ വോട്ട് ബേസ് കാഡർ വോട്ടുകൾ പോയി, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഈഴവ വോട്ടുകൾ പോയി എന്നൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അതുകൊണ്ടാണ് ഒരു മടിയുമില്ലാതെ ജമാഅത്തെ ഇസ്ലാമി SDP ഒരുമിച്ചാണ് പറയുക. ജമാഅത്തെ ഇസ്ലാമി SDP രണ്ടും തമ്മിൽ ആട് തമ്മിലുള്ള വ്യത്യാസമുണ്ട്, പക്ഷേ ഒരുമിച്ചേ പറയുള്ളൂ. അങ്ങനെയുള്ളവർക്കെതിരെ RSS-നെതിരെ ഒക്കെ പറയുകയും വളരെ വ്യക്തമായി വർഗീയത, മുസ്ലിം വിരുദ്ധത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കയറൂരി വിടുകയും സ്വന്തം കാറിൽ കയറ്റിയിരുത്തുകയും സ്വന്തം വേദിയിൽ കൊണ്ടത് പൊന്നാടി അണിയിക്കുകയും ഒക്കെ ചെയ്ത ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഹിന്ദു വോട്ടുകൾ പോകാതിരിക്കാനുള്ള 10 വോട്ടിന് വേണ്ടി, വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ, കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ 10 വോട്ടിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പരിപാടി 2024-ലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ചുകൂടെ വ്യക്തമായി നമ്മൾ കണ്ടു. അതിനു മുമ്പുമുണ്ട്, പക്ഷേ അത് വ്യക്തമായി കണ്ടു. അതുകൊണ്ട് എന്താണ് പ്രശ്നം ഉണ്ടായെന്നറിയാമോ? ഇപ്പോൾ നിങ്ങൾ മലപ്പുറം എടുത്ത് നോക്കൂ. മലപ്പുറം മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണ്, UDF-ൻ്റെ കോട്ടയാണ്. പക്ഷേ വളരെ വലിയ വിജയമാണ് മലപ്പുറത്തുണ്ടായിരിക്കുന്നത്. മുസ്ലിം വോട്ടുകളുടെ ഇതുവരെ ഇല്ലാത്ത ഒരു കൺസോളിഡേഷൻ ഉണ്ടായി എന്നാണ് ഇതിൻ്റെ കണക്കുകൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെയാണ് കാണേണ്ടത്. അതേസമയം കാസർഗോഡ് നോക്കൂ, ഇവിടെയൊക്കെ ജില്ലാ പഞ്ചായത്തുകൾ അടക്കം പിടിക്കുകയാണ്. അതേസമയം മറ്റൊരു ന്യൂനപക്ഷമുണ്ട്, കേരളത്തിലെ ക്രിസ്ത്യാനികളും കേരളത്തിലെ മുസ്ലിങ്ങളും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നും അതുകൊണ്ട് ആ ഒരു ഉടക്കിൻ്റെ ഗുണം കൂടി കിട്ടും എന്നുള്ളതുമായിരുന്നു സോഷ്യൽ എഞ്ചിനീയറിംഗിലെ രണ്ടാമത്തെ ബുദ്ധി. അത് നടന്നില്ല. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൂത്തുവാരി UDF, അവിടെയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് 2020-ൽ വന്നതോടുകൂടി വളരെ വലിയ മേൽക്കൈ LDF-ന് നേടുത്തുന്ന 3 ജില്ലകൾ LDF-നെ കൈവിട്ടിരിക്കുന്നു. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ
കാര്യമായുള്ള 2 സ്ഥലങ്ങൾ, വടക്കൻ കേരളത്തിലെ മലപ്പുറം പോലെയുള്ള സ്ഥലങ്ങളിൽ വളരെ കാര്യമായി, കോഴിക്കോട് പോലെയുള്ള സ്ഥലങ്ങളിൽ വളരെ കാര്യമായി ഇടതുപക്ഷത്തിന് കാലിടുന്നു, UDF അടിച്ചു കയറുന്നു. അതേസമയം ക്രിസ്ത്യൻ വോട്ടുകൾ കാര്യമായി പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിൻ്റെ പഴയ പരമ്പരാഗത സ്ഥലങ്ങളിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞ 3 ജില്ലകൾ കൂടാതെ എറണാകുളത്ത് താരതമ്യേന നല്ല രീതിയിൽ ഭരിച്ച ഒരു ഭരണമായിരുന്നു കൊച്ചി കോർപ്പറേഷനിൽ. പക്ഷേ നിലം തൊട്ടില്ല LDF. സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ആദ്യബുദ്ധിയിൽ സംഭവിച്ചതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഹിന്ദു വോട്ടുകളുടെ കൺസോളിഡേഷനിലേക്ക് പോകുമ്പോൾ മുസ്ലിം വോട്ടുകൾ മാത്രം, അത് പോട്ടെ എന്ന് തന്നെ വിചാരിച്ചതാണ്. പക്ഷേ മുസ്ലിം വോട്ടുകൾ മാത്രമല്ല പോയത്, ക്രിസ്ത്യൻ വോട്ടുകളും LDFനെ കൈവിട്ടിരിക്കുന്നു. എന്നിട്ടോ ഇതിൻ്റെ ഗുണം എങ്ങനെയാണ് വന്നതെന്നുകൂടെ നോക്കണം. ഇപ്പോൾ തിരുവനന്തപുരത്തായാലും, തിരുവനന്തപുരത്ത് CPM അമ്പേ പരാജയപ്പെട്ടുകൊണ്ട് BJP ആണ് അടിച്ചു കയറിയത്. കൊല്ലത്ത് UDF ജയിക്കുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടത് BJPയുടെ വളർച്ചയാണ്. ഇപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ 2020 വെറും 6 സീറ്റായിരുന്ന BJP 12 സീറ്റായി. ഇനി നമുക്ക് നേരെ കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് എങ്ങനെയാണ്? കോഴിക്കോട് 7 സീറ്റുകളുണ്ടായിരുന്ന BJP 13 BJP ജയിച്ചിരിക്കുന്നത്. കോഴിക്കോട് ഇടതുപക്ഷത്തിൻ്റെ അക്കൗണ്ടാണ് നമ്മൾ കൂട്ടുന്നതെങ്കിലും കോഴിക്കോട്ടെ കോർപ്പറേഷൻ ഹങ്ങാണ്, അവർക്ക് പൂർണ്ണമായും അവരുടെ കയ്യിലില്ല. ഇതേ സാധനം കൊല്ലത്തുമുണ്ട്. കൊല്ലത്ത് 1 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് കൊല്ലത്ത് ഇപ്പോൾ UDFന് കേവല ഭൂരിപക്ഷമില്ലാത്തത്. അവിടെയാണ് BJP 6 നിന്ന് 12 സീറ്റ് വർദ്ധിപ്പിച്ചത്. കോഴിക്കോട് മറ്റൊരു കാര്യം കൂടെ പറയാം. CPMന് ഏതാണ്ട് 12 അവർ രണ്ടാമത്തെ പാർട്ടിയായി വന്നിട്ടുമുണ്ട്. BJP കാര്യമായി പല സ്ഥലങ്ങളിലും അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചില സീറ്റുകൾ പിടിക്കുകയും വ്യക്തമായ ത്രികോണ മത്സരം നടത്തുകയും ചെയ്തു എന്നതുകൂടിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കൊല്ലവും കോഴിക്കോടും ഹങ്ങാണ്, ആർക്കും ഭൂരിപക്ഷമില്ല. കൊല്ലത്ത് UDF ജയിക്കേണ്ടതായിരുന്നു, കോഴിക്കോടും LDFന് ആധികാരികമായ ജയം വരേണ്ടതായിരുന്നു. രണ്ടിടത്തും ഈ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ CPMൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വിജയിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഭരണവിരുദ്ധ വികാരം ചില സ്ഥലങ്ങളിൽ ചിതറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് ഈ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് CPMന് ഒരു തരത്തിൽ ഗുണമല്ലേ? അതാണ് ബുദ്ധി. ഈ ഭരണവിരുദ്ധ വികാരം ചിതറിപ്പോകാനും BJP മുന്നോട്ട് വരാനുമുള്ള ഒരു കാഴ്ചയായി നമ്മളിതിനെ കാണണം. അത് പറയുമ്പോൾ BJP മഹത്തായ പ്രകടനം കാഴ്ചവെച്ചു എന്നൊരു അഭിപ്രായം എനിക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിച്ച് തിരുവനന്തപുരത്ത് വൻ വിജയമാണ്. അതേസമയം അവർക്കുണ്ടായിരുന്ന പന്തളം നഗരസഭ പോയി. പാലക്കാട് നഗരസഭയിൽ അവർക്ക് കേവല ഭൂരിപക്ഷമില്ല. പക്ഷേ എറണാകുളത്ത് ഒരു മുനിസിപ്പാലിറ്റി പിടിച്ചിട്ടുണ്ട്. അതല്ല വിഷയം. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും, എന്തിനാ കണ്ണൂർ കോർപ്പറേഷനിൽ 1 സീറ്റ് ഉണ്ടായിരുന്ന BJP ഇപ്പോൾ 4 സീറ്റിലേക്കാണ് വളർന്നിരിക്കുന്നത്. മലപ്പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ BJP വളരെ ശക്തമായി വരുന്നു. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ചങ്ക് BJP കൂടി നേടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. BJP കേരള ചരിത്രത്തിൽ ആദ്യമായി വളരെ വ്യക്തമായ ത്രികോണ മത്സരത്തിൻ്റെ എല്ലാ ഗുണങ്ങളും, ഇതുവരെയുള്ള ത്രികോണ മത്സരം LDFനെയോ UDFനെയോ തോൽപ്പിക്കുന്ന ത്രികോണ മത്സരമാണെങ്കിൽ വേണമെങ്കിൽ ഞങ്ങൾക്കും ജയിക്കാം എന്നുള്ള ഘട്ടത്തിലേക്ക് ത്രികോണ മത്സരത്തിൻ്റെ ഗെയിം തന്നെ മാറ്റിയിരിക്കുകയാണ് BJP. അത് CPMൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. വളരെ ശക്തമായ ഹിന്ദു കൺസോളിഡേഷന് വേണ്ടി ശ്രമിച്ച CPM അത് ഒരു ഘട്ടം വരെ നേടുമ്പോൾ പല സ്ഥലത്തും അതിൻ്റെ ഗുണഭോക്താവായി മാറിയത് BJP ആണ്. എങ്ങനെയാണ്? ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ട്, ശരി, അത് നടത്തുന്നു. പക്ഷേ ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം? ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ട്, അത് ജമാഅത്തെ ഇസ്ലാമിയുമായും മറ്റുള്ളവരുമായി കൂട്ടുകൂടുന്ന UDFനെ ഒഴിവാക്കിയാൽ പിന്നീട് ഭരണവിരുദ്ധമുള്ള ആളുകൾ എവിടെയാണ് വോട്ട് ചെയ്യുക? BJP. ഇത് CPM അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തിയ ഒരു ഗെയിം പ്ലാനാണ്. സത്യത്തിൽ CPMൻ്റെ ആളുകൾ ആശ്വസിക്കുന്ന ദിവസം കൂടിയാണെന്ന്. നമ്മൾ വിചാരിച്ചതുപോലെ വലിയ പരാജയമല്ല ഉണ്ടായിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ BJP കയറി വരുന്നത് ഭരണവിരുദ്ധ വികാര വോട്ടുകളെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ കൊല്ലം സുഖമായി കയ്യിലിരിക്കേണ്ടതാണ്, അങ്ങനെയല്ല സംഭവിച്ചത്. ചുരുക്കത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് കേരളത്തിൽ ആഞ്ഞുവീശി. പൂർണ്ണമായും അതിൻ്റെ ഗുണം ഇങ്ങനെ ആയിരുന്നില്ല ഉണ്ടാവുക. BJP എന്ന ഒരു ഘടകം അത് സ്പ്ലിറ്റാക്കി പോയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയണം. ഇപ്പോൾ LDFന് പല സ്ഥലങ്ങളിലും അവർ കിട്ടിയ വോട്ട് എത്ര, അത് നമുക്ക് നിയമസഭയിലേക്ക് എക്സ്ട്രാപുലേറ്റ് ചെയ്ത് നോക്കിയാൽ അവർക്ക് ഭൂരിപക്ഷം നേടാനുള്ളതുണ്ടോ എന്നുള്ളത് നോക്കണം. അത് വിശദമായി പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വീശിയ ഒരു തെരഞ്ഞെടുപ്പിൽ BJP ഫാക്ടർ ഉണ്ടായിട്ടും ഹിന്ദു കൺസോളിഡേഷൻ എന്ന് പറയുന്ന സാധനം കുറേ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടും UDF തിളക്കമാർന്ന വിജയമാണ് നേടിയത്. 7 ജില്ലാ പഞ്ചായത്തുകൾ പിടിക്കുമ്പോൾ അതിൽ കേരളത്തിൻ്റെ മധ്യ കേരളം കൂടെ നിൽക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂർ കൂടുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം, വടക്കോട്ട് പോയാൽ മുസ്ലിം കൺസോളിഡേഷൻ അതിശക്തമായി നടക്കുന്നത്, കാസർഗോഡ് വരെ അവർക്ക് ജില്ലാ പഞ്ചായത്ത് തരുന്നതിലേക്ക് എത്തുന്നു. ഇതാണ് കേരളത്തിൻ്റെ ചിത്രം. ഭരണവിരുദ്ധ വികാരം ചിതറിപ്പോയ ഒരു ഘടകം കൂടെ മനസ്സിലെടുത്തു വെച്ച് വേണം ഈ സെമി ഫൈനൽസിലെയും
ഇനി വരാൻ പോകുന്ന 3-4 മാസത്തിന് ശേഷമുള്ള ഫൈനൽസ് ആയ നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും കാണണം. CPM അങ്ങ് വല്ലാതെ സങ്കടപ്പെട്ടു പോയി എന്ന് ആരും കരുതരുത്. Meet the editors.